ആറാനെ എന്റെ അമ്മോ ഓക്കേടാ. ഗായ്സ്, അപ്പം നമ്മൾ ഇതാ തൊടുപുഴ നിൽക്കുകയാണ് കേട്ടോ. ഞാനും നമ്മുടെ വഴിപോക്കനും നമ്മുടെ ആസിഫും കൂടെ ഉണ്ട്. നമ്മൾ രാവിലെ 2 മണിക്ക് നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തതാണ്. ഫുള്ള് മഴയായിരുന്നു കേട്ടോ. നമ്മൾ ഒരു 4-5 ബ്രേക്കൊക്കെ എടുത്തിട്ടാണ് വന്നത്. നമ്മൾ നേരെ നമ്മുടെ മൂന്നാറിലോട്ട് വിടുകയാണ്. മൂന്നാർ ഗ്യാപ്പ് റോഡിൻ്റെ അടുത്തൊക്കെയാണെന്ന് തോന്നുന്നു. നമ്മൾ ചൊക്കരമുടി എന്ന് പറഞ്ഞ ഒരു സ്പോട്ടിലാണ് നമ്മൾ ഇത്തവണത്തെ ട്രയൽസ് ഈ ഒരു ഞായറാഴ്ചത്തെ ട്രയൽസ് പോകുന്നത് കേട്ടോ. എങ്ങനത്തെ ട്രയൽസ് ആണെന്ന് ഒരു ഐഡിയ ഇല്ല. അവിടെ ചെന്നാലും അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇത്ര നേരം മഴ ആയതുകൊണ്ട് ഗോപ്രം എടുത്ത് വയ്ക്കാൻ പറ്റിയില്ല. ഗോപ്രം ജസ്റ്റ് ഒന്നെടുത്ത് വെച്ചതേ ഉള്ളൂ. മഴ പിന്നെയും ചാടി തുടങ്ങിയാണ്. ഫുള്ള് മഴയായിരുന്നു കേട്ടോ. അവിടെ നിന്ന് വരെ ഫുള്ള് മഴയായിരുന്നു. നമ്മളെ ടീംസ് ഒക്കെ എത്തിയിട്ടുണ്ട്. നമ്മൾ 3 പേരാണ് അവിടെ നിന്ന് തിരിച്ചത്. ബാക്കി 2 പേര് വന്നിട്ടുണ്ട്. ഓരോരുത്തരായിട്ട് ഇങ്ങനെ പറന്ന് എത്തിക്കൊണ്ടിരിക്കാറ് കേട്ടോ. കറക്റ്റ് സമയത്താണ് ഇൻട്രസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. മാരക എൻട്രി നമുക്ക് കിട്ടിയിട്ടുണ്ട്. സെറ്റാക്കണ്ടേ നമുക്കിന്ന്? വീണോ? അയ്യോ, ഒരു വളവായിരുന്നു. ബസ് ഇറക്കി വന്നിട്ട് വളവ് കവർ ചെയ്ത് നിർത്താ. ലെഫ്റ്റ് ആയിട്ട് കുഴി എന്നിട്ട് ചാടിച്ചു. പക്ഷെ വണ്ടി ഞാൻ വീടൊക്കെ ഒന്നും പറ്റില്ല. പൊക്കിപ്പോ ഒരു ബഹളം തന്നെ കേട്ടോ. എക്സോസ്റ്റ് ഇല്ലാത്ത ഒറ്റ ബൈക്ക് പോലും ഇല്ല. അപ്പോൾ നേരെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നല്ലൊരു ഹോട്ടലുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇവിടെ നിന്ന് 12 കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മൾ ഈ ചൊപ്പറമുടി എന്ന് പറഞ്ഞ ഒരു ലൊക്കേഷൻ ഉള്ളത്. ഇവിടെ എത്തിയതിന് ശേഷം ആർക്കും റെയിൻ കോട്ടില്ല. എല്ലാവരും റെയിൻ കോട്ട് ഒരു കാറിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കയറാൻ തുടങ്ങിയപ്പോഴേ ഇതാ പ്രശ്നം. ടയർ പഞ്ചറായി കേട്ടോ. ഇത്രയും കയറിയ ദൂരമൊക്കെ അവൻ തിരിച്ചിറക്കിയിട്ട് പഞ്ചറൊട്ടിച്ചിട്ട് തിരിച്ചു വരാനുള്ള പരിപാടിയാണ്. ഒരു 3 മണിക്കൂറെങ്കിലും നമ്മളിവിടെ പട്ടി പോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. കൂടെ വന്ന ഒരുത്തൻ്റെ ബേക്ക് ടയർ പഞ്ചറായിപ്പോയി. അങ്ങനെ അതുകൊണ്ട് താഴെ പോയി ഒട്ടിച്ചിട്ടാണ് ഇപ്പോൾ വന്നത്. അപ്പം മഴ കുറച്ച് കുറഞ്ഞപ്പോൾ ഞാൻ നമ്മളെ ബൈക്ക് വീണ്ടും എടുത്ത് ഗോപ്രോ കയറ്റിയിട്ടുണ്ട്. നല്ല മഴയും ഉണ്ട്, മഞ്ഞും ഉണ്ട്, തണുപ്പും ഉണ്ട്. വിറച്ചിരിക്കുക. വരുന്ന വഴിക്ക് ആന ഉണ്ടെന്നാണ് കേട്ടോ ആര് ജിംനിയിൽ വന്ന ആൾക്കാർ പറയുന്ന. അയ്യോ, ഇന്ന് ആനേനെ കുത്തു കൊള്ളു. ആ എനിക്ക് ആന കണ്ടിട്ട് തന്നെ കാര്യം. ആന ഓട്ടിക്കട്ടെ സൗണ്ട് വെച്ച്. സൗണ്ട് വെപ്പിക്കാം. ആറാനെ എന്റെ അമ്മോ, ആറാന ഉണ്ടെന്ന്. 6 ആന ഉണ്ട്. 6 ആന.
6 ആന ഉണ്ടെന്ന്. പയ്യെ പോയി നോക്കണം. എടാ എടാ അല്ലേ പയ്യെ പോയാ മതി. പോണോ? അവൻ പോട്ടെ. അവൻ്റെ കണ്ണാടി ലെൻസ് പോലെ ഫ്ലാഷ് ഔട്ട് ഉണ്ടാവില്ല. ചവിട്ടുകൊണ്ട് ചവന്നാ തോന്നുന്നു. പണ്ടാൽ ഒരു വഴി കാണുമ്പോൾ പേടിയാണ്. ദൂണ്ടാ മരത്തിന്റെ വേഗില്. എടാ ദൂണ്ട കർണൻ മാലയൊക്കെ ഇട്ടിട്ടുണ്ട്. താഴെ നിൽക്കുന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ നിൽക്കുന്നുണ്ടെങ്കിലല്ലേ അതൊരു വെള്ളത്തിന്റെ സെറ്റപ്പാണ്. എന്തായാലും എന്നാ ചെയ്യണം അപ്പൊ തോന്നുമ്പോൾ ചെയ്താൽ പോരെ. ഇവിടെ വെള്ളം കുടിക്കാൻ വന്നിട്ട് പോയ ആനയായിരിക്കും. ഞാൻ പോയാ ഞാൻ ചക്ക വേണോടാ?
അത് അടിച്ചു. അവിടെ ഉണ്ടായിരുന്ന എന്റെ മൂക്കിന്റെ അകത്ത് മുള്ളിരിക്കുന്ന അടിച്ച് മുഖം ഫുള്ള് ഒരഞ്ഞു വാരി പോയി. എല്ലാം ഇരിക്കുന്ന മുറിഞ്ഞടാ. പക്ഷെ എനിക്ക് എങ്ങോട്ട് മുള്ളില്ല, മുറിഞ്ഞ് കണ്ണോട് നോക്ക്. ഇതാണ് ലാസ്റ്റിലത്തെ ഒരു കയറ്റം. കുറേ കല്ലുകളാണ്. വീണ സൂപ്പറായിട്ടും വരും. അമ്മാതിരി വീളം കല്ല് കരുവാക്കിയാണ്. യാത്രയിൽ കയറി പോകണം. ഓക്കെ, ചെറുക്കല് കറിയട്ടെ. നാടാത്തിരി പെട്ടെന്ന് നാടാത്തിരി. അപ്പോൾ നമ്മുടെ ട്രയൽസ് ഇതോടെ തീർന്നിട്ടുണ്ട്. ഇതിനിപ്പോൾ ഈ റൂട്ട് നേരെ നമ്മുടെ ക്യാപ് റോഡിലേക്കുള്ള വഴിയാണ്. ആ റോഡിലും പോയി അവിടുത്തെ ഒരു ലൊക്കേഷനിൽ പോയി ഒരു മാഗിയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മൾ അതുവഴി വേറൊരു ലൊക്കേഷനിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓഫ് റോഡ് ഇവിടെ വെച്ച് തീർന്നിട്ടുണ്ട്. ഇതിനിപ്പോൾ നേരെ ക്യാപ് റോഡിൽ എല്ലാവരും ഒരുമിച്ചങ്ങ് പോവുകയാണ്. മഴയൊക്കെ ആയിട്ടൊക്കെ തന്നെ നമുക്ക് വ്ലോഗ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് വാട്ടർ പ്രൂഫ് അല്ല, അപ്പോൾ അതുകൊണ്ട് അഡാപ്റ്ററും കാര്യങ്ങളൊന്നും വയ്ക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഫുള്ള് ഓഫ് റോഡിങ് കാര്യങ്ങളൊക്കെ പോണ ഒരു മൺസൂൺ വീഡിയോ ഫുള്ള് മഴയത്ത് അടിച്ച് പൊളിച്ചിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പം നമ്മൾ ഇന്ന് അപ്ലോഡ് ആക്കിയത്. നെക്സ്റ്റ് ട്രിപ്പ് ഗോപ്രയൊക്കെ ഫുള്ള് വാട്ടർ പ്രൂഫ് ആക്കി ബൈക്കും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ട് നമുക്ക് അടിപൊളിയാക്കാം. ഇത് പ്രതീക്ഷിക്കാത്തൊരു സമയമായിപ്പോയി. അപ്പോൾ എന്നാലും നമ്മൾ അത് കഴിഞ്ഞിട്ട് വേറെ ലൊക്കേഷനിലും പോയി ഗോപ്രയുടെ ബാറ്ററി ഓഫ് ആയതുകൊണ്ട് ബാക്കി എടുക്കാനും പറ്റിയിട്ടില്ല കേട്ടോ. നൈറ്റ് തന്നെ നമ്മൾ ട്രാവൽ ചെയ്ത് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമുക്കിനിയിപ്പം അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ഗുഡ് ബൈ.